ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ 2 പാർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വരെയായിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ കോമ്പിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, ഡികമ്പോസിഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിയാക്ഷനാണ്. എന്താ ചെയ്തിരുന്നത് ഇവിടെ? 2 കോമ്പൗണ്ട്സ് റിയാക്ട് ബൈ എക്സ്ചേഞ്ചിങ് അയൺസ് ടു ഫോം ന്യൂ കോമ്പൗണ്ട്. അതായത് ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കോമ്പൗണ്ടുകൾ കാണാൻ പറ്റും അല്ലേ? അവിടെ റിയാക്റ്റൻ്റ് ആയിട്ട് 2 കോമ്പൗണ്ട് തന്നെയാണ്, പ്രൊഡക്റ്റായിട്ട് നമുക്ക് 2 കോമ്പൗണ്ട് തന്നെയാണ് കിട്ടുക. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? പരസ്പരം ദ റിയാക്ഷൻ ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് അയോൺ ഈസ് കോൾഡ് double displacement reaction. In this reaction 2 compounds react by an exchange of ions. എന്താ ചെയ്തിട്ടുള്ളത്? ഇവർ Na എന്ന് പറയുന്ന ആള് പോയിട്ട് Na എന്ന് പറയുന്ന സോഡിയം പോയിട്ട് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? അടുത്തുള്ള ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇപ്പുറത്തുള്ള ബേരിയം പോയിട്ട് സൾഫറായിട്ട് കമ്പൈൻ ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ? അതായത് ഇവർ പരസ്പരം അയേണുകളെ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറയാം. Na എന്ന് പറയാൻ നമുക്കറിയാം, ഒരു റിയാക്ഷനിൽ പോസിറ്റീവ് അയേൺ ഉണ്ടാവും, നെഗറ്റീവ് അയേൺ ഉണ്ടാവും അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് അയേണൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും പോസിറ്റീവ് അയേൺ ഉണ്ടാവും, നെഗറ്റീവ് അയേൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ് അയേണ് ഇപ്പുറത്തെ കോമ്പൗണ്ടിലുള്ള നെഗറ്റീവ് അയേണിൻ്റെ അടുത്ത് പോകുന്നു. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തുള്ള പോസിറ്റീവ് ഇപ്പുറത്തുള്ള നെഗറ്റീവ് അയേണിലേക്കും പോകുന്നു. അതായത് നമുക്കിങ്ങനെ പറയാം, BA ഗോസ് എന്താ ചെയ്തിട്ടുള്ളത്? In the place of Na comes in the place of Ba. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരസ്പരം അയേണുകളെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിച്ചു. ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇൻ ദ കേസ് ഓഫ് സോഡിയത്തിൻ്റെ കേസിൽ അയാളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ് അല്ലേ? സോഡിയത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 11 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇയാളുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 281 ആണ്. 281 ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇയാൾ എന്ത് ചെയ്യൂല? 1 എന്നുള്ള കോൺഫിഗറേഷനിൽ നിൽക്കൂല അല്ലേ? എപ്പോഴും ഒരു കോമ്പൗണ്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവർ തമ്മിലൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പറിൽ നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ ഒരിക്കലും ഈ 1ൻ്റെ കൂടെ 7 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സോഡിയം നിൽക്കില്ല. പകരം ഈ 1നെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കും. അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ വരുന്നത് അയാൾക്ക് 1 വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? അവരുടെ കോൺഫിഗറേഷൻ 8 ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാം. ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇപ്പോൾ ഇയാൾക്കറിയാം അയാളുടെ ലാസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 287 ആണ്. ഓക്കെ, 287 ഒക്കെ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 7 ഇലക്ട്രോണിനെ അല്ലെങ്കിൽ 6 ഇലക്ട്രോണിനെ 5 ഇലക്ട്രോണിനെ ഒന്നും ക്ലോറിന് വിട്ട് കൊടുക്കൂല. പകരം അതിന് എളുപ്പം എന്താ? അതിലേക്ക് 8 ആക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, എപ്പോഴും കൊടുക്കുക ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ പോസിറ്റീവ് ചാർജും, എപ്പോഴും ഗെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ നെഗറ്റീവ് ചാർജാണ് വരിക. ഓക്കെ, അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ പ്രോസസ് ഓഫ് ഇൻവോൾവിങ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഈസ് നോൺ ആസ് റിഡക്ഷൻ. ഇതാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അല്ലെങ്കിലും നമുക്ക് ഓക്സിഡേഷന് വേറൊരു പേര് പറയാം. എങ്ങനെ പറയാം? അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇൻ അതർ വേർഡ്സ്, one reactant get oxidized,
while other gets reduced during reaction. അതും ഓക്സിഡേഷനും റിഡക്ഷൻ ആണെന്ന് പറയാം. ഒരു റിയാക്റ്റൻ്റ് ഓക്സിഡൈസ്ഡ് ആകുന്നതിനും അതായത് വൺ റിയാക്റ്റൻ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് വൈൽ അതർ റെഡ്യൂസ്ഡ്. ഒന്ന് കുറയുന്നു ഒന്ന് കൂടുന്നു. ആ റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെയും പറയാം. എങ്ങനെയാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എഡീഷൻ ഓഫ് ഓക്സിജൻ ആണെന്ന് പറയാം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെന്ന് പറയാം, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പറയാം. അല്ലെങ്കിൽ റിഡക്ഷൻ ആണെങ്കിൽ എങ്ങനെ പറയാം? റിമൂവൽ ഓഫ് ഓക്സിജൻ ആണെന്ന് പറയാം, എഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെന്ന് പറയാം, എഡീഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. ഇതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും ഇനിയിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയാലും ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ നടന്നു എന്നും പറയാം. ഓക്കെ, അപ്പം എങ്ങനെ വന്നാലും ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ പഠിക്കുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പഠിക്കേണ്ട വേറൊരാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ എൻ എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. സോ ഇയാൾക്ക് പോസിറ്റീവ് ചാർജാണ്, ഇയാൾക്ക് നെഗറ്റീവ് ചാർജാണെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അവർ ഫോം ചെയ്യുന്നതാണ് NaCl. അപ്പോൾ ഇവിടെ എപ്പോഴും ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്ന ആളാണ്, പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ കൊടുക്കുന്നതിനെയാണ്, വിട്ടുകൊടുക്കുന്നതിനെയാണ്, ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്നും പറഞ്ഞത് അല്ലേ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക, അതിനെയാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ ഇയാൾക്ക് ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതാരാ? എന്ന് പറയുന്ന ആളുടെ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തതാരാ ഓക്സിഡേഷൻ നടക്കാൻ? ക്ലോറിൻ അല്ലേ? അപ്പോൾ അങ്ങനെ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്ക് പറയുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദാറ്റ് മീൻസ് ക്ലോറിൻ ഈസ് ഹിയർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ബിക്കോസ് ഇവിടെ എന്ന് പറയുന്ന സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ ക്ലോറിനാണ്. സോ ക്ലോറിൻ എന്ന് പറയുന്നതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഇനി ഇവിടെ നോക്ക്, ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരാ? സോഡിയം അല്ലേ? സോഡിയം എന്ന് പറയുന്ന ആള് ഒന്ന് കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇവിടെ ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചത്. സോ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണെന്ത്? എന്താണ് പറയുക? ഓക്സിഡേഷൻ അല്ലേ? അതായത് സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ക്ലോറിനാണ് അല്ലേ? അതേപോലെ ഇവിടെ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? സോഡിയാണ്. അപ്പോൾ സോഡിയത്തിന് പറയുന്ന പേരാണെന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ്. എന്താ പറയുക? ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണോ അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഡ്യൂസിങ് ഏജൻറ്റ്. അതായത് നമ്മളൊന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആരാണോ അയാൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അയാൾക്ക് എപ്പോഴും ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇനി റിഡക്ഷൻ സംഭവിക്കുന്നത് ആരാണോ അയാൾ എപ്പോഴും ഓക്സിഡൈസിങ് ഏജൻറ്റും ആയിരിക്കും എന്നുള്ളത് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ Mgയും Oയും കൊടുത്തിട്ടുണ്ട്. മാഗ്നീഷ്യം ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. Mg എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്, O എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് അല്ലേ? അപ്പോൾ എപ്പോഴും Mg എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു, ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താണ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാണ് നമ്മൾ എന്ത് പറയുക? പോസിറ്റീവ് ചാർജ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്ത്? ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാ? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഇവിടെ മാഗ്നീഷ്യത്തിനാണ്. റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാ? ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത് നമ്മുടെ ഓക്സിജനാണ് അല്ലേ? മാഗ്നീഷ്യത്തിന് ഓക്സിജന് റിഡക്ഷനും സംഭവിച്ചു. ഇനി സിമ്പിളായിട്ട് പറയാം, ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്തതാരാ? ഇവിടെ ഇയാൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്തതാരാ? ഓക്സിജൻ അല്ലേ?
അല്ലേ? മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഓക്സിജനാണ്. സോ ഇതാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് ആരാണോ അയാൾക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും, ഇനി ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആരാണോ അയാൾക്ക് റെഡ്യൂസിങ് ഏജൻ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഇനി അവിടെ ഒരു കാര്യം കൂടി, ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം റിയാക്ഷനുകളെ നമ്മൾ റെഡോക്സ് റിയാക്ഷൻ എന്നും വിളിക്കും അല്ലേ? ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടക്കുന്നു, റിഡക്ഷൻ നടക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, റിഡക്ഷൻ സംഭവിച്ചതെന്നൊക്കെ വീണ്ടും പറഞ്ഞുതരാം. ഇവിടെ ZnO എന്ന് പറയുന്ന ആള് റിയാക്ഷൻ്റെ സമയത്ത് അവിടെ ZnO ആയിരുന്നു, അതായത് സിങ്ക് ഓക്സിജനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രൊഡക്റ്റ് കിട്ടിയ സമയത്ത് ഇവിടെ Zn മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ വേറെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ നോക്കിയേ, ZnO എന്ന് പറയുന്നത് ആദ്യം എഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇയാൾ ആഫ്റ്റർ ദി റിയാക്ഷൻ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ Zn മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ നടന്നിട്ടുള്ളത് റിഡക്ഷൻ ആണ്, കാരണം ഇവിടെ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നിട്ടുള്ളത്, റിഡക്ഷൻ. ഇനി ഇവിടെ കാർബണിൻ്റെ കേസിലാണെങ്കിൽ ഇയാൾക്ക് നേരത്തെ ഓക്സിജൻ ഉണ്ടായിട്ടില്ല, അപ്പോൾ എഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. സോ ദിസ് ഈസ് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു എക്സാമിനും 2, 3, 4 ക്വസ്റ്റ്യൻസ് വരും, അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യണത്. അതേപോലെ റിഡക്ഷൻ നടന്ന ആൾക്കാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും വിളിക്കുക. ഓക്കെ, ഇനി ഇവിടെ ചോദ്യമാണ്, ഈ റിയാക്ഷൻ റെഡോക്സ് റിയാക്ഷൻ ആണോ? ആണ്. ഇവിടെ ഓക്സിഡേഷനും നടന്നിട്ടുണ്ട്, റിഡക്ഷനും നടന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് നോൺ ആസ് റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ള 2 ടോപ്പിക്കാണ് കൊറോഷൻ. നമുക്കറിയാം, when iron is exposed to moisture it gets coated with a reddish brown powder. This process is called rusting of iron. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെയാണ് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയാം. ദെൻ ലാസ്റ്റ് ആണ് റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ എക്സ്പോസ്ഡ് ടു എയർ ദേ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. നമുക്കറിയാം, നമ്മുടെ ലൈസ് പാക്കറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കഴിക്കാൻ പോലും പറ്റില്ല, അത് ഓക്സിഡൈസ്ഡ് ആവും അല്ലേ? അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറും. അതിനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കഷൻ പോയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്.